ഉത്തര നക്ഷത്രത്തിൻ്റെ കന്നിക്കൂറുകാർക്ക് 12-ലാണ് കേതു വരുന്നത്. 12-ൽ കേതു വരിക എന്ന് പറഞ്ഞെങ്കിൽ വ്യയാണ്. നമുക്ക് എന്ത് കാര്യത്തിന് പോയാലും ഇപ്പോൾ 10 രൂപ ചിലവാകേണ്ടടുത്ത് 20 രൂപ ചിലവാകേണ്ട ഒരവസ്ഥ വരും. അത് ഉത്തര നക്ഷത്രത്തിൻ്റെ കന്നിക്കൂറിൽ. പക്ഷെ ഉത്തര നക്ഷത്രത്തിൻ്റെ ചിങ്ങക്കൂറിലുള്ളവർക്ക് അവർക്ക് രോഗാവസ്ഥകളാണ് കൂടുതലും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ ഉത്തര നക്ഷത്രക്കാർ വ്യാഴനെ നന്നായി പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നിലേക്ക് പോവാം. ശനിയുടെ തടസ്സം, കർമ്മത്തിൽ എന്ത് തടസ്സം ഉണ്ടെങ്കിലും ശനീശ്വരൻ്റെ പോലെ ന്യായത്തിൻ്റെ പോലെ നടക്കുക. എപ്പോഴും കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അപ്പം ഇന്ന് പെട്ടെന്ന് ഒരാളെ കിട്ടിയില്ല, അപ്പം നമ്മുടെ ജോലി ഇന്ന് നടന്നില്ല, അത് എന്നും ഇങ്ങനെയാണ് എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കാതെ നമ്മൾ മുന്നിലേക്ക് തന്നെ പോവാം. പിന്നെ പൈസ അനാവശ്യ ചെലവുകൾ ധാരാളം വരും. കേതു 12-ലാണ്, സൂര്യനാണ് അവിടെ നിൽക്കുന്നത്. ആ സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഈ കേസ്, കോടതി അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഉത്തര നക്ഷത്രത്തിൻ്റെ കന്നിക്കൂറിലുള്ളവർ അതിന് 12-ലായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാതെ തന്നെ നമ്മുടെ പണച്ചെലവുകൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോവാം, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോവാം. അവിടെ പോയിട്ട് പാലഭിഷേകം കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലുള്ള പൂജകളും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.